2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരാളും വിചാരിച്ചില്ല 38 വയസ്സുകാരിയായിരുന്ന സ്മൃതി ഇറാനി എന്ന സീരിയൽ നടി ഇരുട്ടി വെളുക്കുമ്പോൾ യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാകുമെന്ന്. അവർ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് തോറ്റിട്ട് നിൽക്കുന്ന സമയമാണ്. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം. എന്നിട്ടും അവർക്ക് വകുപ്പ് സ്ഥാനം കൊടുത്തു. നിരവധിയായ പ്രശ്നങ്ങൾ സ്മൃതി ഇറാനിയെ അലട്ടിക്കൊണ്ടേയിരുന്നു. കാരണം അവർക്ക് വകുപ്പുമറിയില്ല, കാര്യമായ വിദ്യാഭ്യാസവുമില്ല. സ്മൃതി ഇറാനി എടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റാണെന്ന് മനസ്സിലായി. അന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത് സെക്കന്ദരാബാദിൽ നിന്നുള്ള MP കൂടിയായിട്ടുള്ള ബംഗാരു ദത്തേത്രയാണ്. അദ്ദേഹവും ഏറ്റവും മോശമായ രീതിയിലുള്ള ദളിത് വിവേചനം നടത്തുന്ന വ്യക്തിയാണ്. സാധാരണക്കാർക്ക് ഒരു രീതിയിലും അടിസ്ഥാനപരമായി സൗകര്യം ചെയ്തു കൊടുക്കാൻ BJP ഭരിക്കുന്ന നാളുകളിൽ സമ്മതിക്കുമായിരുന്നില്ല എന്ന തുറന്നു പറച്ചിൽ ഇപ്പോൾ സ്മൃതി ഇറാനി തന്നെ നടത്തുകയാണ്. സ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉപജീവനത്തിന് സീരിയൽ തന്നെയാണ് ശരണം. ഏതായാലും സ്മൃതിക്കെതിരെയും ഭർത്താവായ ഇറാനിക്കെതിരെയുമൊക്കെ നിരവധിയായിട്ടുള്ള കേസുകൾ പല കോടതികളിലായി നിലനിൽക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. പ്രതിപക്ഷം സ്മൃതിയെ വരിഞ്ഞു മുറുകുന്ന രീതിയിൽ തന്നെയാണ് അവർ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പല കള്ളക്കളികളും കയ്യോടെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി ഇറാനി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയിലെ പല MPമാരുടെയും ജയം എങ്ങനെയാണ് എന്ന് തനിക്ക് വളരെ വ്യക്തമായി അറിയാമെന്നാണ്. താൻ പരാജയപ്പെട്ടതിന് കാരണം അമിതമായ ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ BJPയിലെ പല MPമാരും ജയിച്ചു കയറിയ സാഹചര്യം തനിക്ക് വളരെ വ്യക്തമായി അറിയാം. അത് പറഞ്ഞാൽ മന്ത്രിസഭ തന്നെ തകർന്നെന്നിരിക്കാം. അതുതന്നെയാണ് സ്മൃതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്മൃതിയെ മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട്, അതായത് അവർ തെളിവുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നാൽ അവരെ ശിക്ഷിക്കാതെ ഒരു മാപ്പുസാക്ഷിയാക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് തുറന്നു കാട്ടാൻ ഒരു അവസരം കൊടുക്കണം. അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. കുറേയേറെ നാളുകളായി അവർ അസ്വസ്ഥതയിലാണ്. അവരെക്കാളും സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ ആദ്യ മന്ത്രിസഭയിൽ, അതായത് 2014 മോദി മന്ത്രിസഭയിൽ കിട്ടാതിരുന്ന പലരും ഇന്ന് BJPയിൽ ഉന്നത വകുപ്പുകൾ വഹിക്കുകയാണ്. എന്നാൽ സ്മൃതിയാകട്ടെ ഒരു രീതിയിലും പുരോഗതിയില്ലാതെ സീരിയലിൽ മാത്രം അഭിനയിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടക്കുകയാണ്. ടീച്ചറെ, ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ. വലിയ ലക്ക. കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല, നന്ദിലത് ജിമാർട്ട് വക്കാലക്ക. നന്ദിലത് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും, ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദിലത് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.